الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ثم أما بعد അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളും അറിവിൻ്റെയും കഴിവിൻ്റെയും പരമാവധി ആക്കി തീർക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള വാജിബാത്തുകളുണ്ട്, ഫർളായിട്ടുള്ള നിർബന്ധ പ്രവർത്തനങ്ങളുണ്ട്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കേണ്ട, പൂർണ്ണമായും ചെയ്യാതെ മാറി നിൽക്കേണ്ട ഹറാമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുവാൻ ഈ വാജിബുകൾ പൂർത്തീകരിക്കുക എന്നതും ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതും നിർബന്ധമാണ്. എന്നാൽ ഒരു വ്യക്തി അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ, അള്ളാഹു വാജിബാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പൂർത്തീകരിക്കാതെ വരുമ്പോൾ അവൻ റബ്ബിന്റെ തൃപ്തിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്, റബ്ബിന്റെ ശിക്ഷയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, നരകത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, സ്വർഗത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് മാനസികമായിട്ടുള്ള ഒരുപാട് പോരായ്മകൾ കൊണ്ട് പല വാജിബുകൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്, പല ഹറാമുകൾ നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പോകാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ തെറ്റുകൾ പറ്റിപ്പോവുക എന്നുള്ളത് ഒരിക്കലും നമ്മളെ കുറ്റക്കാരനാക്കുന്ന, മോശക്കാരനാക്കുന്ന കാര്യമല്ല. തെറ്റുകൾ, മനുഷ്യനാണെങ്കിൽ തെറ്റുകൾ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ സൃഷ്ടിച്ചതുപോലെ അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മനുഷ്യന്മാരെയും സൃഷ്ടിക്കാൻ അവന് സാധിക്കുമായിരുന്നു. തെറ്റുകൾ പറ്റാതെ, റബ്ബിനെ ധിക്കരിക്കാതെ, എല്ലാ കൽപ്പനകളിലും പൂർണ്ണമായ ഒരു സന്ദർഭത്തിൽ പോലും റബ്ബിന്റെ കൽപ്പനകൾ ഒന്നും വിട്ടുകളയാതെ എല്ലാം കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സൃഷ്ടികളായ റബ്ബിന് വേണമെങ്കിൽ നമ്മളെ മാറ്റാമായിരുന്നു. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് അതിനു വേണ്ടിയിട്ടല്ല, ആ ഒരു ഹിക്മത്തിന് വേണ്ടിയിട്ടല്ല. എത്രത്തോളം ഹദീസുകളിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു ഖുദ്സിയായ ഹദീസിൽ പറയുന്നതായി കാണാം, ലൗലം തുദ്നിബു ലദഹബല്ലാഹു ബിക്കും. നിങ്ങൾ തെറ്റുകൾ ചെയ്യുന്നില്ല, തിന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ പറ്റുന്നില്ല എങ്കിൽ ലദഹബല്ലാഹു ബിക്കും, അള്ളാഹു നിങ്ങളെ കൊണ്ടുപോകും. എന്നുവെച്ചാൽ ഇവിടെ നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് അള്ളാഹു തുടച്ചു നീക്കും. വലജാഅ ബിഖൗമിൻ ആഖരീൻ, എന്നിട്ട് മറ്റൊരു സമൂഹത്തെ അള്ളാഹു കൊണ്ടുവരും നിങ്ങൾക്ക് പകരം. എങ്ങനെയുള്ള സമൂഹം? യദ്നിബൂന സുമ്മ യസ്തഗ്ഫിറൂൻ. അവർ തെറ്റുകൾ ചെയ്യും, പക്ഷെ തെറ്റുകൾ പറ്റുമ്പോഴൊക്കെ അവർ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യും, റബ്ബിലേക്ക് തൗബ ചെയ്യും. അപ്പോൾ നമ്മൾ മുഅ്മിനാണ്, റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ പരിശ്രമിക്കുന്നവനാണ് എന്നതിന്റെ അടയാളം തെറ്റുകൾ ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. തെറ്റുകൾ പറ്റും മനുഷ്യരാണ്. നമ്മൾ റബ്ബിന്റെ അടിമകളാണെന്നുള്ളതിന്റെ ഏറ്റവും ഒന്നാമത്തെ അടയാളം തെറ്റുകൾ പറ്റുമ്പോഴൊക്കെ തൗബ ചെയ്യാനുള്ളത്. എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നു, വാജിബുകൾ നഷ്ടപ്പെടുന്നു, ഹറാമുകൾ ജീവിതത്തിൽ പറ്റിപ്പോകുന്നു, അപ്പോഴൊക്കെയും തൗബ ചെയ്യാം. എത്ര നമ്മുടെ ജീവിതത്തിൽ വർഷങ്ങളായി നമ്മുടെ ജീവിതത്തിന് ശീലമായി
ഒരു ലൈഫ് സ്റ്റൈലായി നമ്മൾ കടന്നു പോകുന്ന, അങ്ങനെ ആവർത്തിച്ച് ഫ്രീക്വന്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുന്ന തിന്മയാണെങ്കിൽ പോലും തെറ്റ് പറ്റുമ്പോഴൊക്കെ തൗബ ചെയ്യാം. എത്ര ഗുരുതരമായ തിന്മയാണെങ്കിലും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ടതില്ല, റബ്ബ് സുബ്ഹാനഹു വ തആല എന്റെ തെറ്റ് പുറത്തു തരുമോ എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. റബ്ബിന്റെ റഹ്മത്ത് നമ്മുടെ തെറ്റുകളേക്കാൾ അങ്ങേയറ്റം വിശാലമാണ്. റബ്ബിന്റെ റഹ്മത്ത് നമ്മുടെ തെറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അങ്ങേയറ്റം വിശാലമാണ്. ഒരിക്കലും എന്ത് ചെയ്യരുത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ച എന്റെ അടിമകളെ, നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശനാകണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു എല്ലാ തെറ്റുകളും പൊറുത്തു, എല്ലാ തെറ്റും പൊറുത്തു. ഏത് തെറ്റും, ഒരു എക്സെപ്ഷണൽ കേസുമില്ല. ഏതൊക്കെ തെറ്റുകൾ, എത്ര ഗുരുതരമായ തിന്മയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട തൗബ ശരിയായ തൗബയായിട്ടുണ്ടെങ്കിൽ റബ്ബ് ആ തെറ്റ് പുറത്തു തന്നിരിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും മരിക്കുന്നത് വരേക്കും നമ്മുടെ ഈമാൻ തെളിയിക്കേണ്ട തെറ്റുകൾ പറ്റുമ്പോഴൊക്കെ തൗബ ചെയ്തുകൊണ്ടാണ്. എപ്പോഴൊക്കെ നമുക്ക് തെറ്റ് പറ്റുന്നോ അപ്പോഴൊക്കെ നമ്മൾ തൗബ ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ റബ്ബിന്റെ അടിമയാണെന്ന് നമ്മൾ തെളിയിക്കുക പ്രവർത്തനം കൊണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ തെറ്റുകളോടുള്ള നമ്മുടെ മനോഭാവം വളരെ ശ്രദ്ധിക്കണം. നമുക്ക് തെറ്റുകൾ പറ്റുമ്പോൾ ആ തെറ്റിനേക്കാൾ നമ്മളെ ദോഷകരമായി ബാധിക്കുക ആ തെറ്റിനോടുള്ള നമ്മുടെ മെന്റാലിറ്റിയാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. സലഫുകൾ പറയാറുണ്ട്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെട്ടതായി കാണാം, അള്ളാഹു ഖൈർ ഉദ്ദേശിച്ച സ്വർഗത്തിലെത്താൻ ചാൻസ് ഉള്ള ഈമാൻ ഹൃദയത്തിൽ പ്രവേശിച്ചിട്ടുള്ള ഒരു വ്യക്തി, അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു തെറ്റ് ചെയ്തു പോയാൽ, അവന് വല്ലപ്പോഴും ജീവിതത്തിൽ തെറ്റുകൾ പറ്റുള്ളൂ, വളരെ കുറച്ചായിരിക്കും, ഒരുപാട് നന്മകൾ അവൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവന്റെ ജീവിതത്തിൽ പറ്റിപ്പോകുന്ന തിന്മ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മെന്റാലിറ്റിയെ പഠിപ്പിച്ചില്ല. അദ്ദേഹം പറയുന്നത്, തന്റെ തലയ്ക്ക് തൊട്ടു മുകളിൽ വീഴാറായി നിൽക്കുന്നൊരു മല, വലിയൊരു പർവ്വതം, ആ പർവ്വതം ഇപ്പൊ എന്റെ തലയിലേക്ക് വന്ന് വീഴും എന്ന മെന്റാലിറ്റിയാണ് ഇവൻ എന്നോ ചെയ്തു പോയ തെറ്റിനെ പറ്റി ഇവനുണ്ടാവുക. എന്നാൽ ഈമാൻ ഹൃദയത്തിൽ പ്രവേശിച്ചിട്ടില്ലാത്ത, റബ്ബ് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ലാത്ത, നരകത്തിലേക്ക് എത്താൻ ചാൻസ് ഉള്ള ഒരാളുടെ മെന്റാലിറ്റി എന്തായിരിക്കും അറിയോ? അവനൊരു തെറ്റ് ചെയ്യുമ്പോൾ മൂക്കിനടുത്തുകൂടെ ഈച്ച കടന്നു പോകുമ്പോൾ വെറുതെ കൈകൊണ്ട് ഇങ്ങനെ ആട്ടിവിടുന്നത് പോലെ അവൻ അത്രയും സില്ലിയാണ്, അവനത്രയും നിസ്സാരമാണ് ആ തെറ്റെന്നത്. സലഫുകൾ പറയാറുണ്ട്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു തെറ്റ് എത്രത്തോളം നിസ്സാരമാകുന്നു അത്രത്തോളം ആ തെറ്റ് റബ്ബിന്റെ അടുക്കൽ ഗൗരവമുള്ളതായിട്ട്. നമ്മുടെ ഹൃദയത്തിൽ ഒരു തെറ്റ് എത്രത്തോളം സിമ്പിളായി സില്ലിയായി മാറുന്നു അത്രത്തോളം ആ തെറ്റ് റബ്ബിന്റെ അടുക്കൽ അപകടകരമായി തീരുന്ന സലഫുകൾ പറയാറുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ ഒരു തെറ്റിനെയും നമ്മളെപ്പോഴും ചിന്തിക്കുക, ഇതെല്ലാം എല്ലാവരും ചെയ്യുന്നല്ലേ, ഇതൊക്കെ ഇപ്പൊ ചെയ്യാത്ത ആരാ ഉള്ളത്, ഇതൊക്കെ ഈ തിന്മയൊന്നും ചെയ്യാത്ത ആൾക്ക് ദുനിയാവിൽ നീ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ആളുകൾ പറയും നമ്മളെ നോക്കി. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ആളുകൾ എല്ലാവരും ചെയ്യുന്നുണ്ടു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഒരു തെറ്റ് റബ്ബിന്റെ അടുക്കൽ ഗൗരവം കുറഞ്ഞതാവുകയില്ല. ഒരിക്കലും ഒരു തെറ്റ് റബ്ബിന്റെ അടുക്കൽ സില്ലിയാവുകയില്ല, നിസ്സാരമാവുകയില്ല. തെറ്റ് റബ്ബിന്റെ അടുക്കൽ നമ്മൾ സലഫുകൾ പറയാറുണ്ട്, നമ്മുടെ മുൻഗാമികൾ പറയാറുണ്ട്, നീ ചെയ്യുന്ന തെറ്റെത്ര നിസ്സാരമാണെന്നതിനെ പറ്റി നീ ചിന്തിക്കേണ്ട, നീ ധിക്കരിക്കുന്ന റബ്ബിന്റെ മഹത്വം എത്ര വലുതാണെന്നതിനെ പറ്റി നീ ചിന്തിക്കാൻ സലഫുകൾ പറയാറുണ്ട്. ഒരിക്കലും നമ്മളൊരു തെറ്റിനെയും നിസ്സാരവൽക്കരിക്കേണ്ട. പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പ്രത്യേകം വാണിംഗ് തന്നതായി കാണാം, താക്കീത് തന്നതായി കാണാം, ഇയ്യാകും വമുഹഖിറാത്തിദ് ദുനൂബ്, ജനങ്ങൾ നിസ്സാരമായി കണക്കാക്കുന്ന തിന്മകളെ, സില്ലിയായി കണക്കാക്കുന്ന തിന്മകളെ, ജനങ്ങൾക്കിടയിൽ സ്പ്രെഡായി നിൽക്കുന്ന, വ്യാപകമായി നിൽക്കുന്ന തിന്മകളെ നീ പേടിക്കണം. നീ പേടിക്കണം. കാരണം എന്താ? ഏറ്റവും അധികം തൗഹീദുള്ള ഈമാനുള്ള ആളുകൾ നരകത്തിലേക്ക് എത്തുക അങ്ങനെയുള്ള തിന്മകൾ കൊണ്ടാണ്. അല്ലേ? ഒരു വ്യഭിചാരം, മദ്യപാനം ആളുകൾ പബ്ലിക്കായി ചെയ്യോ? ഏതെങ്കിലും ഒരു തൗഹീദുള്ള വ്യക്തി, ഈമാനുള്ള വ്യക്തി പബ്ലിക്കായി ചെയ്യോ? ഇല്ല, ചെയ്യില്ല. കാരണം ആളുകൾ അതിനെ വളരെ മോശമായി കണക്കാക്കുന്നുണ്ട്. എന്നാൽ ജനങ്ങൾക്കിടയിൽ നോർമലൈസ് ചെയ്യപ്പെട്ട, എല്ലാവരുടെ ഇടയിൽ സർവ്വസാധാരണമായി ചെയ്യപ്പെടുന്ന അത്രയധികം സ്പ്രെഡായിട്ടുള്ള വ്യാപകമായിട്ടുള്ള തിന്മകൾ പൊതുസമൂഹത്തിൽ പബ്ലിക്കായി ചെയ്യാനും ആർക്കും ഒരു മടിയില്ല. അങ്ങനെയുള്ള തിന്മകൾ ചെയ്തിട്ടാണ് തൗഹീദുള്ള ഈമാനുള്ള ആളുകൾ നരകത്തിലേക്ക് എത്തുക. അല്ലെ? ഇന്നത്തെ സോഷ്യൽ മീഡിയകളിൽ മ്യൂസിക് വരും, സിനിമകളുടെ റീലുകൾ വരും, മറ്റുള്ള ഷോർട്സുകൾ വരും. ഇതൊന്നും കാണുന്നതിന് ആളുകൾക്ക് ഒരു നാണമില്ല. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ സമൂഹത്തിൽ സ്പ്രെഡായിട്ടുണ്ട്. ആ സമൂഹത്തിൽ സ്പ്രെഡായി എന്നുള്ളത് കൊണ്ട് റബ്ബത് വിട്ടുതരുന്നതാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്.
നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഈ കാണുന്ന ജനങ്ങളൊക്കെ തിന്മ ചെയ്തു എന്നുള്ളത് കൊണ്ട് റബ്ബ് നമ്മളെ വിട്ടു തരുന്നതാണ്? ഈ ആളുകളെ മൊത്തം നരകത്തിലേക്ക് ഇടാൻ റബ്ബിന് എന്താ പ്രയാസം? എല്ലാ ആളുകളും തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആളുകളെ മൊത്തത്തിൽ പിടിച്ച് നരകത്തിലേക്ക് ഇടാൻ റബ്ബിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ നിങ്ങൾ വിചാരിക്കുന്നു? ഒരിക്കലുമില്ല. ഒരിക്കലും നമ്മളൊരു തെറ്റിനെയും നിസ്സാരമാക്കണ്ട. തെറ്റിനെ തെറ്റായി തന്നെ കണക്കാക്കാം. നമ്മൾ റബ്ബിനെ ധിക്കരിച്ചു എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ അതിനെ കണക്കാക്കുക. ഒരിക്കലും നമ്മളതിനെ നിസ്സാരവൽക്കരിക്കരുത്. ഒരിക്കലും ചെറുതല്ലേ, എല്ലാവരും ചെയ്യുന്നല്ലേ എന്ന രൂപത്തിൽ നമ്മൾ ഒരിക്കലും ഒരു തെറ്റിനെയും നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്, നോർമലൈസ് ചെയ്യരുത്. തെറ്റിനെ തെറ്റായി തന്നെ വളരെ ഗൗരവമുള്ളതായി തന്നെ കാണും. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ മെന്റാലിറ്റിയെ ബാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു തെറ്റും നമ്മൾ ഒരിക്കലും പരസ്യപ്പെടുത്തരുത്. നമ്മുടെ ആ തെറ്റ് എഴുതി വെക്കുന്ന റബ്ബിന്റെ മലക്കുകളും റബ്ബും ഈ ഭൂമിയും നമ്മുടെ അവയവങ്ങളും മാറ്റി നിർത്തിയാൽ വേറൊരാളത് അറിയരുത്. മറ്റൊരു പടപ്പ് ഈ തെറ്റ് അറിയാൻ പാടില്ല. പരമാവധി ആ തെറ്റ് നമ്മൾ എത്രത്തോളം സീക്രട്ടാക്കി വെക്കുന്നോ അത്രത്തോളം സിമ്പിളായിട്ട് ആ തെറ്റ് പൊറുപ്പിക്കപ്പെടും. എന്നാൽ നമ്മൾ ആ തെറ്റ് എത്രത്തോളം പബ്ലിക് ആക്കുന്നോ, എത്രത്തോളം അത് ആളുകൾ അറിയുന്നോ അത്രത്തോളം ആ തെറ്റ് പൊറുപ്പിക്കപ്പെടാനുള്ള ചാൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. വിശ്വാസം പഠിപ്പിച്ചെന്നില്ല, കുല്ലു ഉമ്മത്തി മുആഫ, എന്റെ ഉമ്മത്തിലെ തൗഹീദുള്ള ഈമാനുള്ളവരിൽ എല്ലാ തെറ്റുകളും എല്ലാവർക്കും റബ്ബ് പുറത്തു കൊടുക്കും. ഇല്ലൽ മുജാഹിരീൻ, പരസ്യമായി പബ്ലിക്കായിട്ട് തെറ്റ് ചെയ്യുന്ന ആളുകൾ പുറത്തു കൊടുക്കില്ല. അവർക്ക് ആ തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നമ്മൾ രഹസ്യമായിട്ട് എന്തെങ്കിലും റീല് കാണുന്നത് പോലെ, ഹറാമായിട്ട് എന്തെങ്കിലും മൊബൈലിൽ നോക്കുന്നത് പോലെയല്ല പബ്ലിക്കായിട്ട് റോട്ടിൽ വന്നിരുന്ന് നോക്കുന്നത്, ആളുകൾ മ്യൂസിക് കേൾക്കുന്നത്, വീട്ടിൽ മ്യൂസിക്കിന്റെ ശബ്ദം ഉറക്കെ റോട്ടിൽ കേൾക്കുന്ന അത്രയും ലൗഡാക്കി വെക്കുന്നത് നമ്മൾ ഒറ്റയ്ക്ക് കേൾക്കുന്നത് പോലെയല്ല. രണ്ടിന് വ്യത്യാസമുണ്ട്. ഒരേ തിന്മ തന്നെ, പക്ഷെ അതിന്റെ എഫക്റ്റ് വ്യത്യാസമുണ്ട്. റബ്ബ് പുറത്തു തരുന്നതിന് ചാൻസ് കുറവാണ്. നമ്മൾ എത്രത്തോളം പബ്ലിക് ആക്കുന്നോ അത്രത്തോളം അതിന്റെ ഗൗരവം കൂടിക്കൊണ്ടേയിരിക്കും. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ തിന്മകളോടുള്ള നമ്മുടെ മെന്റാലിറ്റി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തെറ്റു പറ്റിയാൽ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ റിയലൈസ് ചെയ്യുന്ന ആ സമയം, ആ മൊമെന്റിൽ തൗബ ചെയ്യാം, നീട്ടിവെക്കരുത്. ഉടനെ തന്നെ തൗബ ചെയ്യാം. പെട്ടെന്ന് തന്നെ നമ്മൾ എത്ര പെട്ടെന്ന് തൗബ ചെയ്യുന്നു അത്രത്തോളം ഹൈറിലാണ്. അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന കാണാം, ഹദീസിൽ കാണാം. ഒരടിമ, തൗഹീദുള്ള ഈമാനുള്ള ഒരു അടിമ, അവനൊരു തിന്മ ചെയ്യുമ്പോൾ ഈ തിന്മ എഴുതി വെക്കാൻ റബ്ബ് ഏൽപ്പിച്ചൊരു മലക്കുണ്ട്. ആ മലക്ക് ഈ തിന്മ എഴുതാൻ പോകുമ്പോൾ നന്മകൾ എഴുതി വെക്കാൻ ഏൽപ്പിച്ച മലക്ക് ഈ മലക്കിനോട് പറയും, നീ ഇപ്പൊ തൽക്കാലം എഴുതണ്ട, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും. ഇവൻ കുറച്ച് സമയം, കുറച്ച് മണിക്കൂറുകൾ നീ അവന് വിട്ടുകൊടുക്കുക, സാവകാശം കൊടുക്കുക. അതിന് മുമ്പായിട്ട് അവൻ തൗബ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ടെങ്കിൽ നീ ആ തിന്മ ഈ ഏടിൽ എഴുതി വെക്കണ്ട എന്നീ മലക്ക് മറ്റേ മലക്കിനോട് പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു 6 മണിക്കൂറോളം ഒരു തിന്മ ചെയ്ത് അതിന് മുമ്പായി തന്നെ തൗബ ചെയ്യുകയാണെങ്കിൽ ആ തിന്മ നമ്മുടെ ഏടിൽ എഴുതി വെക്കപ്പെടുന്ന പോലുമില്ല. നമ്മുടെ ഏടിൽ, നമ്മുടെ കണക്ക് പുസ്തകത്തിൽ നാളെ റബ്ബിന്റെ അടുക്കൽ നമ്മുടെ കയ്യിലേക്ക് തരപ്പെടുന്ന ആ കിതാബിൽ ആ തിന്മ നമ്മൾ കാണൂല. എങ്ങനെയാണെങ്കിൽ തെറ്റ് പറ്റിയ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ തൗബ ചെയ്യുകയാണെങ്കിൽ. ഒരിക്കലും നമ്മൾ മടിച്ചു നിൽക്കണ്ട, പിന്നേക്ക് വെക്കണ്ട, പോസ്റ്റ്പോൺ ചെയ്യണ്ട. ഉടനെ തന്നെ, പെട്ടെന്ന് തന്നെ, വേഗം തന്നെ എന്ത് ചെയ്യാം, ആ മൊമെന്റിൽ എപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് അത് തെറ്റാണെന്ന ബോധ്യം വരുന്നത് അപ്പോൾ തന്നെ ഉടനെ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ തൗബ ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ വളരെയധികം ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് തെറ്റുകൾ പറ്റുമ്പോൾ നമ്മൾ തൗബ ചെയ്യണം. എപ്പോഴൊക്കെ തെറ്റ് പറ്റുന്ന അപ്പോഴൊക്കെ തൗബ ചെയ്യണം എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റർ ഉണ്ട്. എന്താന്ന് വെച്ചാൽ, നമ്മൾക്കറിയാം ഏതൊരു ഇബാദത്തും ദീനിൽ ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ, അതിന്റെ എഫക്റ്റ് അത് നമുക്ക് കിട്ടണമെങ്കിൽ അതിന് ദീൻ പഠിപ്പിച്ചു തന്ന കണ്ടീഷനുകളുണ്ട്, ഷുറൂത്തുകളുണ്ട്. ആ കണ്ടീഷനുകൾ കൃത്യമായി പാലിക്കപ്പെട്ടാൽ, അത് കംപ്ലീറ്റ് ചെയ്യപ്പെട്ടാൽ അത് നമുക്ക് അതിന്റെ എഫക്റ്റ് നമുക്ക് കിട്ടും ദുനിയാവിലും ആഖിറത്തിലും. ഇതേപോലെ ഈ നമ്മുടെ എല്ലാ തെറ്റുകളും പൊറുപ്പിക്കപ്പെടുന്ന തൗബ ആ രൂപത്തിൽ നമ്മുടെ തൗബയാകണമെങ്കിൽ നമ്മുടെ തൗബയിൽ നമ്മൾ ചില കണ്ടീഷനുകൾ പാലിക്കണം. എന്തൊക്കെയാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരാറുണ്ട്? 3 കണ്ടീഷനുകൾ. ഈ 3 കണ്ടീഷനുകളിൽ 3ഉം നമ്മുടെ തൗബയിൽ കംപ്ലീറ്റ് ആകണം. എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ആ തെറ്റ് നമുക്ക് തെറ്റാണെന്ന് മനസ്സിലായാൽ ആ റിയലൈസ് ചെയ്യുന്ന ആ സമയത്ത്, ആ മൊമെന്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ തെറ്റ് സ്റ്റോപ്പ് ചെയ്യണം, നിർത്തിവെക്കണം. ആ തെറ്റിൽ നിന്നും പുറകോട്ട് വരണം, വിരമിക്കണം, ആ തെറ്റ് അവസാനിപ്പിക്കണം, സ്റ്റോപ്പ് ചെയ്യണം. ഒന്നാമത്തെ കാര്യമാണ്.
രണ്ടാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ തെറ്റിത്ര കാലം ചെയ്തു പോയി, ഈ തെറ്റെന്റെ ജീവിതത്തിൽ പറ്റിപ്പോയി എന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ മനസ്സിൽ വിഷമം ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും, മനസ്സിൽ ബുദ്ധിമുട്ടും വേദന ഉണ്ടാകും. ആ വേദന കാരണത്താൽ നമുക്ക് കരയാൻ സാധിക്കുമെങ്കിൽ കരയണം. അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നില്ലേ, അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ ഒരുവൻ അവൻ കറന്നെടുത്ത പാൽ തിരിച്ച് അകടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കലും നരകത്തിലേക്ക് എത്തൂല അള്ളാഹുവിനോർത്ത് കരഞ്ഞൊരാൾ. എങ്ങനെ കരയുന്നത്? അവൻ റബ്ബിനോട് ചെയ്ത തിന്മകളെ പറ്റി ആലോചിച്ച് കരയാം. വറജുലൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത ഐനാഹു, ഒറ്റയ്ക്കിരുന്ന് റബ്ബിനോർത്ത് കണ്ണുകൾ വാർന്നൊഴുകുന്ന ഒരാൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പോലെ നമ്മൾ നമ്മുടെ തെറ്റുകളെ പറ്റി ആലോചിച്ച് കരയാം. രണ്ടാമത്തത്, മൂന്നാമത്തെ കണ്ടീഷൻ, നമ്മുടെ മനസ്സിൽ ഉറച്ച തീരുമാനം എടുക്കുക, ഡിസിഷൻ എടുക്കുക. ഇനി ഒരിക്കലും പറ്റിയതൊക്കെ പറ്റി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, പക്ഷെ ഇനി എൻ്റെ ഫ്യൂച്ചർ ലൈഫിൽ ഞാൻ ഒരിക്കൽ പോലും ഈ തെറ്റ് ഞാൻ ആവർത്തിക്കൂല, ഒരിക്കലും ഞാനിത് ചെയ്യൂല എന്ന് ഉറച്ച സത്യസന്ധമായ ഡിസിഷൻ എടുക്കുക. ഈ മൂന്ന് കാര്യങ്ങളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഏത് തെറ്റും ഒരു എക്സെപ്ഷണൽ കേസുമില്ല, ഏത് തെറ്റും എത്ര വലിയ ഗുരുതരമായ തിന്മയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു തന്നിരിക്കും. യാതൊരു സംശയം വേണ്ട, അള്ളാഹുവിന്റെ ഗ്യാരണ്ടിയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളും റബ്ബുമായി ബന്ധപ്പെട്ട മറ്റ് പടപ്പുകളുമായി കണക്ഷൻ ഇല്ലാത്ത തിന്മകൾ, അതിന് ഈ മൂന്ന് കണ്ടീഷനുകൾ മതി. പക്ഷേ റബ്ബിന്റെ മറ്റ് പടപ്പുകൾ, മറ്റ് നമ്മുടെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട തിന്മകളാണെങ്കിൽ, എന്തെങ്കിലും ദുൽമകളാണെങ്കിൽ, അതിൽ നാലാമതൊരു കണ്ടീഷൻ കൂടെ എക്സ്ട്രാ അഡീഷണൽ. ഈ മൂന്നും പാലിക്കണം, കംപ്ലീറ്റ് ചെയ്യണം. അഡീഷണലായി നാലാമത്തൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്. എന്താണെന്നറിയോ? നമ്മൾ എന്ത് വിഷയത്തിലാണ് ആ പടപ്പിനോട് ദുൽമ ചെയ്തത്, ആ കാര്യം, ആ ഹക്ക് കൃത്യമായ വ്യക്തിക്ക് തിരിച്ചു കൊടുക്കുകയും ആ വിഷയത്തിൽ ആ പടപ്പിനെ തൃപ്തിപ്പെടുത്തുകയും സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മൾ ശാരീരികമായി അടിച്ച്, മർദ്ദിച്ച്, ഉപദ്രവിച്ച്, വേദനിപ്പിച്ചതാണെങ്കിൽ തിരിച്ചടിക്കാൻ നിന്ന് കൊടുക്കുന്നതാ. അന്ന് എൻ്റെ അറിവില്ലാത്ത കാലത്ത് ഞാൻ നിങ്ങൾ അടിച്ചു പോയിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതെന്നെ തിരിച്ചടിക്കാൻ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വിട്ടുതരാം. ആ അടി കൊള്ളാൻ തയ്യാറാണ്. അങ്ങനെ അവൻ അടിച്ച് ആ അടി വാങ്ങിച്ച് അവൻ തൃപ്തിപ്പെട്ടാലല്ലാതെ റബ്ബ് പുറത്തു തരൂല, റബ്ബ് വിട്ടു തരൂല. ഹദീസുകൾ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന എത്ര ഹദീസുകൾ ഉണ്ടെന്ന് പറയും. ഒരു ഹദീസിൽ കാണാം 2 ആടുകൾ. ചിന്തിച്ചു നോക്കണം, എത്ര നിസ്സാരമായ വിഷയമാണ്, എത്ര സിമ്പിളായ കേസാണ്. 2 ആടുകൾ, അതിൽ കൊമ്പുള്ളൊരാട്, കൊമ്പില്ലാത്ത ആടിന് ഒരു കുത്ത്. ആടുകൾ തമ്മിൽ കുത്തൂലേ? കൊമ്പുള്ളൊരാട് കൊമ്പില്ലാത്തൊരാടിനെ അന്യായമായ ഒരു കുത്തി ദുനിയാവിൽ. ഈ 2 ആടുകൾ അള്ളാഹ് ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. എന്നിട്ട് ഈ കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് കൊടുത്തിട്ട് അള്ളാഹ് പറയും, ഈ കൊമ്പുള്ള ആടിനെ തിരിച്ചു കുത്താൻ പറയും. ആ ഒരു കുത്ത് പോലും പടപ്പുകൾ തമ്മിൽ റബ്ബ് വിട്ടുതരില്ല. നമ്മൾ റബ്ബിനടിയിൽ റബ്ബ് എത്ര വേണമെങ്കിലും വിട്ടുതരും. തൗഹീദുള്ള ഈമാനുള്ള ആളുകൾക്ക് പരമാവധി റബ്ബ് പുറത്തു തരും. പക്ഷെ പടപ്പുകൾ തമ്മിലുള്ളത് അവർ തൃപ്തിപ്പെട്ടാലല്ലാതെ റബ്ബ് ഒരു തരി പോലും വിട്ടുതരൂല. സാമ്പത്തികമായി അപഹാരം നമ്മൾ ഉപദ്രവിച്ച അല്ലെങ്കിൽ അതിക്രമം നടത്തിയതാണെങ്കിൽ ആ സമ്പത്ത് തിരിച്ചു കൊടുത്താലേ റബ്ബ് പുറത്തു തരുള്ളൂ. അവർക്ക് ആ ഹക്ക് തിരിച്ചു കൊടുക്കാതെ നമ്മൾ റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ, എത്ര ഇസ്തിഗ്ഫാർ തേടിയാലും റബ്ബ് വിട്ടു തരൂല. അവരത് അവരത് വിട്ടുതരണം, അവരത് പൊരുത്തപ്പെടുക തന്നെ വേണം. നമ്മൾ ശ്രദ്ധിക്കണം, ഈ വിഷയത്തിലാണ് നമ്മളിൽ മിക്ക ആളുകൾക്കും നമ്മൾ കുടുങ്ങാൻ പോകുന്ന. ഈ വിഷയത്തിലാണ് തൗഹീദുള്ള ഈമാനുള്ള സ്വഹാബത്തിന് മനഹജ് മനസ്സിലാക്കിയ ആളുകളിൽ മെജോറിറ്റിയും നാളെ നരകത്തിൽ കടക്കാൻ പോകുന്ന ഈ വിഷയത്തിൽ പടപ്പുകൾ തമ്മിലുള്ള വിഷയം അല്ലേ. നമ്മുടെ കൂട്ടുകാരുടെ, ഫ്രണ്ട്സ്, ഫാമിലി, അതുപോലെ തന്നെ നാട്ടുകാർ, ഇവർക്കൊക്കെ നമ്മളെപ്പറ്റി നല്ല അഭിപ്രായമായിരിക്കും. അവൻ നല്ലവനാണ്, നല്ല കുട്ടിയാണ്, അല്ലെങ്കിൽ നല്ല വ്യക്തിയാണ്. എല്ലാവർക്കും നമ്മളെപ്പറ്റി നല്ല അഭിപ്രായം മാത്രം. പക്ഷെ നമ്മുടെ വീട്ടിനകത്തോ, വീട്ടിനകത്ത് ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, സഹോദരന്മാർ, ഇവർക്കിടയിൽ നമ്മളെ പറ്റിയുള്ള ഒപ്പീനിയൻ ചോദിച്ചു നോക്കിയേ. അവർക്ക് നമ്മളെപ്പറ്റി എന്താ പറയാമെന്ന് അന്വേഷിച്ചു നോക്കിയേ. അവർക്ക് നമ്മളെപ്പറ്റി പറയാനുള്ളത് മോശമാണെങ്കിൽ നമ്മൾ നാളെ കുടുങ്ങും. അവർ വിട്ടുതരൂല. ഇന്നിപ്പോ നമ്മുടെ ഭാര്യയായിരിക്കും, ഭർത്താവായിരിക്കും, വാപ്പയായിരിക്കും, ഉമ്മയായിരിക്കും, മകനെ. നാളെ ഒരാളുണ്ടാവില്ല. ആരും വിട്ടുതരൂല. ഓരോരുത്തർക്കും അവനവൻ മറ്റുള്ളവരിൽ എന്താണോ കിട്ടാനുള്ളത് അതൊരു ശരിയാണെങ്കിലും വിട്ടുകൊടുക്കാത്തൊരു ദിവസമാണ് ഖിയാമത്ത് നാൾ. ഒരാൾ വിട്ടുതരൂല.
ഒരാൾ വിട്ടുതരൂല. നമ്മൾ നമ്മുടെ ഉമ്മാനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഭാര്യയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പെങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മകളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരത് തിരിച്ചു ചോദിക്കുന്നൊരു ദിവസം വരാനുണ്ട്. ഇന്നവർക്ക് പറ്റൂല, സ്ത്രീകളാണ്, ദുർബലകളാണ്, തിരിച്ചൊന്നും ചോദിക്കാനോ പ്രതികരിക്കാനോ അവർക്ക് കെൽപ്പുണ്ടാവില്ല. പക്ഷെ അതിനൊക്കെ തിരിച്ചു ചോദിക്കുന്ന, പകരം കൊടുക്കേണ്ടി ഒരു ദിവസം വരാനുണ്ട്. അവർ നമ്മളെ പൊരുത്തപ്പെടാതെ തൃപ്തിപ്പെടാതെയാണ് അവർ മരണപ്പെട്ടു പോകുന്നെങ്കിൽ നമ്മൾ കുടുങ്ങും. എന്തു കൊടുത്താലും പകരാവൂല. സമ്പത്തോ അധികാരമോ സൗകര്യമോ ഒന്നും പരലോകത്ത് സ്വീകരിക്കപ്പെടില്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും വിശ്രദാസൻ പഠിപ്പിക്കുന്നതുപോലെ ദീനാറും ദിർഹമും ഇല്ലാത്തൊരു ദിവസം വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്ന് തന്നെ പരസ്പരം പൊരുത്തപ്പെടിക്കുക. അവരോട് മാപ്പ് ചോദിക്കാം. നമ്മളൊരിക്കലും മടി കാണിക്കേണ്ട, പരലോകത്തിന്റെ വിഷയമാണ്, ഒരിക്കലും നാണിക്കേണ്ട വിഷയമില്ല. നമ്മൾ അവരോട് ചെന്ന് ചോദിക്കുക, അതെനിക്ക് പറ്റിപ്പോയ അബദ്ധമാണ്, അറിവില്ലാതെ കൊണ്ട് ചെയ്ത, അല്ലെങ്കിൽ ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞുപോയ, അവരോട് ചെന്ന് ആ വിഷയത്തിൽ പൊരുത്തം വാങ്ങിക്കാം, മാപ്പ് ചോദിക്കാം. ഈ കണ്ടീഷനുകൾ നമ്മൾ കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഏത് തെറ്റും നമുക്ക് പുറത്തുതരും, ഏത് സന്ദർഭത്തിനും പുറത്തുതരും. രാത്രിയോ പകലോ ചെറുപ്പമോ പ്രായമോ എന്നൊന്നും വ്യത്യാസമില്ലാതെ നമ്മൾ എപ്പോൾ തൗബ ചെയ്താൽ റബ്ബ് തൗബ സ്വീകരിക്കും. ഏതുവരെ? യുഖ്ബലു തൗബത്തുൽ അബ്ദി മാ ലം യുഗർദിർ. ഇസ്ലാം പഠിപ്പിച്ചെന്നാണ്. ഒരു അടിമയുടെ തൗബ ഏതുവരേക്കും സ്വീകരിക്കപ്പെടും? അവൻ ഗർഗറയിലെത്തുന്നത് വരെ, റൂഹ് തൊണ്ടക്കുയിലെത്തുന്നത് വരേക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സ്വീകരിക്കില്ല. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആഗ്രഹമുണ്ടാവും, മാറണം, തൗബ ചെയ്യണം. പക്ഷേ അതിനുശേഷം നമ്മുടെ തൗബ സ്വീകരിക്കില്ല. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ കൃത്യമായ കണ്ടീഷനുകൾ പാലിച്ചുകൊണ്ടുള്ള തൗബ നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കുക. നമുക്കൊക്കെ തെറ്റ് പറ്റുന്നവരാണ്, എനിക്കും നിങ്ങൾക്കൊക്കെ. നമ്മളാരും മലക്കുകളൊന്നുമല്ല, നമ്മളാരും പെർഫെക്റ്റ് അല്ല, നമുക്കൊക്കെ ഒരുപാട് ന്യൂനതകളുണ്ട്. നമ്മൾ ഈ തെറ്റുകൾ പറ്റുമ്പോഴൊക്കെയും തൗബ ചെയ്തുകൊണ്ടേയിരിക്കുക, ഈ കണ്ടീഷനുകൾ കൃത്യമായി പാലിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എപ്പോഴൊക്കെ തെറ്റുപറ്റുന്നു അപ്പോഴൊക്കെ ഈ കണ്ടീഷനുകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് എപ്പോഴും തൗബ ചെയ്യുന്ന, അവന്റെ ഈമാനുള്ള, അവൻ തൃപ്തിപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടാൻ റബ്ബ് സുബ്ഹാനഹു നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ലഗഫൂറുർ റഹീം. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകൾ പുറത്തു തരാൻ നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ തൗബയെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ ഒന്ന് സൂചിപ്പിച്ചതാണ്. ഇതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമ്മുടെ തെറ്റുകൾ പുറത്തു തരാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന, പ്രാർത്ഥിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്ത്. ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്ത്. നമ്മുടെ നന്മകൾ തിന്മകളെ ഇല്ലാതാക്കും. നമ്മുടെ നന്മകൾ തിന്മകളെ ഇല്ലാതാക്കും. നമ്മൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റിക്കൊണ്ടേയിരിക്കുന്ന നമ്മൾ ആ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാൻ തൗബ ചെയ്യുന്നതിനോടൊപ്പം പറ്റുന്നത്രയും നന്മകൾ അധികരിപ്പിക്കും. നമുക്ക് പറ്റുന്നത്ര, എത്രത്തോളം നമുക്ക് നല്ല കാര്യങ്ങൾ അധികരിപ്പിക്കാൻ സാധിക്കുമോ, ഏതൊക്കെ മേഖലയിൽ ഫീൽഡിൽ സാധിക്കുമോ ആ മേഖലയിലൊക്കെ നമുക്ക് പറ്റുന്നതിന്റെ മാക്സിമം നന്മകൾ അധികരിപ്പിക്കാം. നമുക്ക് പറ്റുന്ന രൂപത്തിൽ, പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം? നന്മകൾ അധികരിപ്പിക്കുക. ദീനുൽ ഇസ്ലാമിൽ നിങ്ങൾക്കറിയോ, ഓരോ ചെറിയ ഇബാദത്തുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുന്ന വാഗ്ദാനം നൽകിയിട്ടുണ്ട്. വുദു എടുക്കുന്നത് അല്ലേ, നമ്മളെപ്പോഴും ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം 5 നേരം നമ്മൾ വുദു ചെയ്യും. ഈ വുദു എടുക്കുന്നതിന്റെ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നെന്താ? ഒരാൾ വുദു എടുക്കുമ്പോൾ ആദ്യം അവന്റെ മുഖം കഴുകിക്കഴിഞ്ഞാൽ ആ മുഖം കൊണ്ട് ചെയ്ത, കണ്ണുകൾ കണ്ട ഹറാമുകൾ അത് അവന്റെ മുഖം കഴുകുമെന്ത് ചെയ്യും? അതിലൂടെ ഒഴുകിപ്പോവും. ആ തിന്മകൾ മൊത്തം ആ വെള്ളം ഊർന്ന് വീഴുന്നതിനോടൊപ്പം ആ തിന്മകളും ഇല്ലാതായിപ്പോവും. ഇവന്റെ നാവുകൾ കൊണ്ട് പറഞ്ഞ തിന്മകൾ അത് ഇവന്റെ വായ കഴുകുമ്പോൾ അതിലൂടെ എന്ത് ചെയ്യും? ആ വെള്ളം ഒലിച്ചു പോകുന്നതിനോടൊപ്പം ആ തിന്മകളും ഇല്ലാതായിപ്പോവും. കൈകൾ കഴുകുമ്പോഴും എല്ലാം അങ്ങനെ തന്നെയാണ്.
അല്ലെ? നിസ്കാരം പഠിപ്പിക്കുന്ന എന്താ? ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവന്റെ തിന്മകൾ തലയ്ക്ക് മുകളിൽ വന്ന് നിൽക്കും. അവൻ സുജൂദിലോ റുക്കൂയിലോ വീണ് കഴിഞ്ഞാൽ അവന്റെ തിന്മകൾ അവനിൽ നിന്ന് വീണ് മറ്റൊരു സ്ഥലത്തേക്ക് ചിതറിപ്പോവുകയും അവൻ നിസ്കരിച്ച് കഴിയുമ്പോഴേക്കും ആ തിന്മകളൊന്നും ഇല്ലാത്തവനായി അവൻ മാറുമെന്ന് വിശ്വാസം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ എത്രയോ ഇബാദത്തുകളുണ്ട് അല്ലെ? ഒരിക്കൽ ഒരു സഹാബത്തിന്റെ കൂടെ നടന്നു പോകുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉണങ്ങിയ ഒരു മരം, ആ മരത്തിൽ കുറെ ഉണങ്ങിയ ഇലകൾ നിൽക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിലുള്ള വടി കൊണ്ട് ഈ മരത്തിന് നാനടിക്കും. ഈ അടി കൊണ്ടിട്ട് ഈ മരത്തിലെ ഇലകൾ ഇങ്ങനെ മൊത്തം കൊഴിഞ്ഞു വീഴണം. അപ്പൊ ഇത് കണ്ട സ്വഹാബത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ 4 കലിമത്തുകൾ ഒരടിമയുടെ തെറ്റുകളെ ഇതുപോലെ ഇല്ലാതാക്കും. ഈ മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീണതുപോലെ ഈ 4 കലിമത്തുകൾ ഒരടിമയുടെ തിന്മകളെ ഇല്ലാതാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാൻ നിശ്ചയിച്ചിട്ടുണ്ട്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടൊക്കെ അല്ലെ? എത്രത്തോളം ഒന്നും വേണ്ട ഒരു ഇബാദത്ത് വെറും കേവലം ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെ? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്നൊരു അടിമ ഭക്ഷണശേഷം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മുമ്പ് കഴിഞ്ഞ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാൻ ഈ ദീനുൽ ഇസ്ലാമിൽ എവിടെ നോക്കിയാലും ഒരുപാട് വഴികൾ, എവിടെ എല്ലാ ഭാഗത്തും എല്ലാ രീതിയിലും നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാനാണ് റബ്ബ് സുബ്ഹാനഹു ഉദ്ദേശിക്കുന്നത്. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും. അല്ലാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പുറത്തു തരാൻ, നിങ്ങൾ നരകത്തിലേക്ക് ആക്കാനല്ല, നിങ്ങളെ ശിക്ഷിക്കാനല്ല റബ്ബ് ഉദ്ദേശിക്കുന്നത്. റബ്ബിന് അങ്ങനെ ഒരാളെ ശിക്ഷിച്ചിട്ട് നമ്മളെ എന്തെങ്കിലും ശത്രുത കാണിക്കേണ്ട ഒരു ആവശ്യം റബ്ബിനില്ല. റബ്ബ് നമ്മുടെ മൗലയാണ്. അല്ലാഹു മൗലാന, നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാണ്, നമ്മൾ അങ്ങേയറ്റം റഹ്മത്തുള്ളവനാണ്. അങ്ങനെ റബ്ബ് നമ്മൾക്ക് ഉണ്ടായിരിക്കെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ആ റബ്ബിന്റെ ഈ റഹ്മത്തിന്റെ വഴികളൊക്കെ മാറ്റിവെച്ച് ഒരിക്കലും നമ്മൾ നരകത്തിലേക്ക് എത്തരുത്. സ്വർഗത്തിന്റെ ഈ വഴിയിൽ നിന്ന് നഷ്ടപ്പെട്ട് വഴിതെറ്റി നരകത്തിലേക്ക് എത്താറ് മാത്രമാണ് ഹാലി, നശിച്ചവനല്ലാതെ. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ മീസാനിൽ നന്മകൾ കനം തൂങ്ങുമ്പോൾ തിന്മകൾ കനം തൂങ്ങുമ്പോൾ തിന്മകൾക്ക് മാക്സിമം ശ്രദ്ധിക്കണം. തിന്മകൾ ഓരോ തിന്മകൾക്കും മാക്സിമം 1 ഇരട്ടി മാത്രമേ ഉള്ളൂ. ഒരു തിന്മ ചെയ്താൽ ഒരു തിന്മയായിട്ട് കണക്ക് നോക്കുള്ളൂ. പക്ഷെ മീസാനിൽ നന്മകളുടെ ഭാഗത്ത് ഒരു നന്മയ്ക്ക് ഏറ്റവും മിനിമം 10 ഇരട്ടിയാണ്, ഏറ്റവും മിനിമം. അത് ഒരു അടിമയുടെ ഈമാനും ഇഖ്ലാസിനൊക്കെ അനുസരിച്ച് ആ 10 ഇരട്ടി എന്നുള്ളത് 700 ഇരട്ടി വരാറുണ്ട്. ഇങ്ങനെ തൂക്കി നോക്കുമ്പോൾ ഇവിടെയും നന്മകളേക്കാൾ തിന്മകൾക്കാണ് കനം തൂങ്ങുന്നതെങ്കിൽ അവൻ പിന്നെ നശിക്കാനല്ലാതെ പിന്നെ നരകത്തിലേക്ക് എത്താനല്ലാതെ അവൻ എങ്ങനെ രക്ഷപ്പെടാൻ? എന്ന് വെച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആല പരമാവധി എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ എളുപ്പമാക്കിയിട്ടുണ്ട്, നരകത്തിലേക്ക് എത്താതിരിക്കാനുള്ള വഴികൾ എളുപ്പമാക്കിയിട്ടുണ്ട്, അവന്റെ സ്വർഗപ്രവേശനം നമുക്ക് കരസ്ഥമാക്കാനുള്ള വഴികൾ എളുപ്പമാക്കിയിട്ടുണ്ട്. ഇത്രയും വഴികൾ എളുപ്പമാക്കിയിരിക്കെ നമ്മൾ ആ വഴികളിലേക്ക് ഒന്നിനും പ്രവേശിക്കാതിരിക്കാന്നുള്ളതിനേക്കാൾ വലിയ നഷ്ടം വേറൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത്. നമുക്ക് മുന്നിൽ ഒരുപാട് വഴികളുണ്ട്. നമുക്ക് എപ്പോഴും റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ നമ്മുടെ മുന്നിൽ റബ്ബിന്റെ സൗകര്യങ്ങളും എളുപ്പങ്ങളും ധാരാളമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പിന്നോട്ട് മാറി നിൽക്കരുത്. നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ്. നമ്മൾ ഓരോരുത്തരും റബ്ബ് തൃപ്തിപ്പെട്ടവരാണ്. നമ്മൾ ഓരോരുത്തരും റബ്ബ് സ്നേഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്. ആ ഇഷ്ടം കണ്ടറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം? റബ്ബിനെ അനുസരിക്കാൻ മുന്നോട്ട് വരിക. നമ്മുടെ ജീവിതത്തിലെ ഇഷ്ടങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക, ഹറാമായിട്ട് ഇഷ്ടങ്ങൾ തൽക്കാലത്തേക്ക് ഒഴിവാക്കി വയ്ക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മുടെ തൃപ്തികളെ മാറ്റിവെക്കാൻ, അങ്ങനെ പരലോകത്തേക്ക് എത്തുന്നത് വരേക്കും നമ്മുടെ ഇഷ്ടങ്ങൾ പിടിച്ചു വെക്കാൻ സാധിക്കുന്ന യഥാർത്ഥ ഈമാനുള്ള ആളുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പോയി ഒരുപാട് അബദ്ധങ്ങളുണ്ട്, തെറ്റുകൾ, കുറവുകൾ, ന്യൂനതകൾ ധാരാളമുണ്ട്. അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ ഇനിയുള്ള വരുംകാല ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ജീവിതം, തെറ്റുകൾ പരമാവധി പറ്റാതിരിക്കാൻ, ഇനി പറ്റിയാൽ തന്നെ ഉടനെ തന്നെ തൗബ ചെയ്യാനും സാധിക്കുന്ന രൂപത്തിൽ, എല്ലാ വാജിബുകളും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരന്മാർ മറ്റ് പല നാടുകളിൽ, രാജ്യങ്ങളിൽ കഴിയുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അവർക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് മേൽ വന്നു ഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അതെല്ലാം നീക്കിക്കൊടുക്കുകയും അവർക്ക് സുരക്ഷിതത്വവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.